കനിയണമേ, എന്നെ തുടരണമേ, പുലരി പുതുമയിൽ തിരുമുഖം കാണുമേ. കനിയണമേ, എന്നെ തുടരണമേ, കരുണയിൽ സാഗരമേ, കരങ്ങളിൽ കാക്കണമേ, കരുണയിൽ സാഗരമേ, കരങ്ങളിൽ കാക്കണമേ. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നിനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. സഹോദരനായ ഏശാവിൻ്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോയ യാക്കോബ് ലൂസ് എന്ന സ്ഥലത്ത് വെച്ച് ദൈവശബ്ദം കേൾക്കുകയും ദൈവവുമായി ഉടമ്പടി സ്ഥാപിക്കുകയും ചെയ്തു. ഉടമ്പടിയിൽ ഏർപ്പെട്ട സ്ഥലത്തിന് ബഥേൽ എന്ന് പേർ വിളിച്ചു. ഉൽപ്പത്തി 28:19. തുടർന്ന് ഹാരാനിൽ എത്തിച്ചേർന്ന യാക്കോബ് ഹാരാനിലെ ആഡംബര ജീവിതത്താൽ സ്വാധീനിക്കപ്പെട്ട് ദൈവത്തിൽ നിന്ന് അകന്നു മാറി. ദൈവത്തിൽ നിന്ന് ദൈവമക്കളെ ആഡംബര ജീവിതം അകറ്റുന്നു എന്ന് നാം മനസ്സിലാക്കണം. ദൈവത്തിൽ നിന്ന് അകന്നു മാറിയതിൻ്റെ ഫലമായി യാക്കോബിൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉടലെടുത്തു. പ്രതിസന്ധികളിൽ നിന്ന് വിടുവിച്ച് വിവിധ വഴികളിൽ കൂടി നടത്തി ഒരുക്കി വാർത്ത് യഹോവയ്ക്ക് കൊള്ളാവുന്നവനായി യാക്കോബിനെ രൂപപ്പെടുത്തിയെടുക്കുന്ന സംഭവമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത്. യാക്കോബിനെ രൂപപ്പെടുത്തിയെടുക്കുവാൻ ദൈവം ഉപയോഗിച്ച വഴികൾ എന്തൊക്കെയാണ്? ഈ പ്രഭാതത്തിൽ നമുക്ക് അവയെക്കുറിച്ച് ചിന്തിക്കാം. ലാബാൻ്റെ ആടുകളെ മേയിച്ച് 20 സംവത്സരമാണ് യാക്കോബ് ഹാരാനിൽ പാർത്തത്. ദൈവം യാക്കോബിനെ അനുഗ്രഹിച്ചു. യാക്കോബ് വലിയ സമ്പത്തിൻ്റെ അവകാശിയായി. ഉൽപ്പത്തി 30:43. അവന് വളരെ ആടുകളും ദാസീദാസന്മാരും ഒട്ടകങ്ങളും കഴുതകളും ഉണ്ടായി. എന്നാൽ സമ്പത്ത് യാക്കോബിനെ ദൈവത്തിൽ നിന്ന് അകറ്റി. യാക്കോബിന് ഹാരാനിലെ ജീവിതം തുടർന്ന് ദുസ്സഹമായി. ദൈവം നൽകിയ അനുഗ്രഹങ്ങളിൽ നിഗളിച്ചു പോയതാണ് യാക്കോബിൻ്റെ ഹാരാനിലെ ജീവിതത്തെ ദുസ്സഹമാക്കിയത്. തെറ്റിനോട് ചേർന്ന് നടക്കുന്നത് ദൈവമക്കൾക്ക് ചേർന്നതല്ല എന്ന് ഓർക്കണം. തെറ്റിൽ അകപ്പെട്ട യാക്കോബിനെ മടക്കി വരുത്തുന്നതിന് ദൈവം ഉപയോഗിച്ച വഴിയാണ് ജന്മദേശത്തേക്ക് മടങ്ങിപ്പോകുക എന്നത്. ഉൽപ്പത്തി 31:13. മടങ്ങി വരുന്നതിൽ കൂടി മാത്രമേ നഷ്ടപ്പെട്ടു പോയ ദൈവാനുഗ്രഹം തിരികെ ലഭിക്കൂ. യഥാസ്ഥാനപ്പെടുന്നതിന് വീഴ്ചയ്ക്ക് കാരണമായ സകലതിനോടും യാത്ര പറയണം. ഹാരാനോട് യാത്ര പറയുവാൻ യാക്കോബ് തയ്യാറായി. തനിക്കുള്ളത് സകലവുമായി യാക്കോബ് യാത്ര തിരിച്ചു. ഉൽപ്പത്തി 31:21. മടക്കയാത്രയിൽ യാക്കോബ് ലാബാനുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടു. ഈ ഉടമ്പടിയിലെ പ്രധാന വ്യവസ്ഥ, ഞാൻ ഇനിയും ലൗകിക സുഖങ്ങളുടെ പരദീസയായ ഹാരാനിലേക്ക് മടങ്ങിപ്പോയില്ല എന്നതായിരുന്നു. ഉൽപ്പത്തി 31:52. തൻ്റെ ജീവിതത്തിൽ തോൽവിക്ക് കാരണമായ സകലതിനെയും അവിടെ വെച്ച് ഉപേക്ഷിച്ചു. ആ സ്ഥലത്തിന് മിസ്സ എന്നു പേരായി. വിശ്വാസ ജീവിതത്തിൽ തെറ്റിനോട് യാത്ര പറയുന്ന മിസ്സ അനുഭവം ഉണ്ടാവണം. മിസ്സ അനുഭവം തന്നിൽ നഷ്ടപ്പെട്ടു പോയ ദൈവകൃപയിലേക്ക് മടങ്ങി വരുന്നതിനുള്ള ശ്രമം യാക്കോബിൽ ഉണ്ടാക്കി. 20 വർഷത്തിന് മുൻപ് താൻ വഞ്ചിച്ച സഹോദരനോട് മാപ്പ് ചോദിക്കുവാൻ യാക്കോബ് തയ്യാറായി. സഹോദരനുമായി നിരപ്പാകാതെ ദൈവം നമ്മോടുകൂടെ നടക്കുകയില്ല. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം. 1 യോഹന്നാൻ 4:20-21 വാക്യങ്ങൾ. തൻ്റെ സഹോദരനെ സ്നേഹിപ്പാൻ യാക്കോബ് തയ്യാറായി. വിശ്വാസിയെന്ന് അഭിമാനിക്കുന്ന ഞാനും നീയും സഹോദരനെ സ്നേഹിക്കുന്നുണ്ടോ? സഹോദരനുമായിട്ടുള്ള നമ്മളുടെ ബന്ധം എങ്ങനെയിരിക്കുന്നു? സഹോദരനെ കണ്ടുമുട്ടുന്നതിന് മുൻപായി യാക്കോബ് യാബോക്കടവിൽ വെച്ച് ദൈവത്തെ കണ്ടുമുട്ടി. ദൈവത്തെ കണ്ടുമുട്ടിയ സ്ഥലമാണ് പെനിയേൽ. ഉൽപ്പത്തി 32:30. പെനിയേൽ കടക്കുമ്പോൾ സൂര്യൻ ഉദിക്കുന്നു. ജീവിതത്തിലെ ഇരുട്ട് മാറി പ്രകാശം വന്നു. അതായത് നഷ്ടപ്പെട്ടു പോയ ദൈവകൃപയിലേക്ക് യാക്കോബ് മടങ്ങി വന്നു. തൻ്റെ സഹോദരനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് കരയുന്ന അനുഭവത്തിലേക്ക് യാക്കോബ് വന്നു. ഉൽപ്പത്തി 33:4. ഈ അനുഭവമാണ് ഇന്ന് നമുക്ക് വേണ്ടത്.
കരയുന്ന അനുഭവം. വിശ്വാസി വീണു പോകുവാൻ സാധ്യതയുണ്ട്. അതാണ് യാക്കോബ് നമ്മെ തുടർന്ന് പഠിപ്പിക്കുന്നത്. ബേഥേലിൽ പോകേണ്ട യാക്കോബ് ശെഖേമിലേക്ക് പോയി. ശെഖേം മ്ലേച്ഛതയുടെ പട്ടണമായിരുന്നു. അവിടെ യാക്കോബ് ഒരു യാഗപീഠം പണിതു. ഒരു വശത്ത് മ്ലേച്ഛത, മറുവശത്ത് ദൈവ അനുഭവം. ഇരുതോണിയിൽ കാൽ ചവിട്ടിയുള്ള ജീവിതം. തൽഫലമായി മക്കൾ നിർമാർഗികളായി, കൊലപാതകികളായി. യാക്കോബിൻ്റെ പേര് മോശമായി. ഉൽപ്പത്തി 34:30 തെറ്റു മനസ്സിലാക്കി യാക്കോബ് ശെഖേമിനോട് ഈ യാത്ര പറഞ്ഞു. തുടർന്ന് അനുഗ്രഹത്തിൻ്റെ കേന്ദ്രമായ ബേഥേലിൽ യാക്കോബ് മടങ്ങി വന്നു. ഹരാനിൽ നിന്ന് കൊണ്ടുവന്ന വിഗ്രഹവും കാതുകളിലുണ്ടായിരുന്ന കുണുക്കുകളും എല്ലാം കരുവേലകത്തിന് കീഴിൽ കുഴിച്ചിട്ടു. അതായത് തങ്ങളിലെ എല്ലാ മാലിന്യവും പൂർണ്ണമായി ഉപേക്ഷിച്ചു. 35:4 ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. സങ്കീർത്തനം 32:1 ദൈവത്തെങ്കിലേക്ക് മടങ്ങി വന്നാലും ജീവിതത്തിൽ തെറ്റുകളുണ്ടാവാം. തെറ്റുകൾ തിരുത്തി ദൈവത്തിൽ പൂർണ്ണമായി സമർപ്പിക്കുന്ന അനുഭവം നമ്മിലുണ്ടാവണം. അപ്പോഴാണ് ജീവിതം സമാധാനപൂർണ്ണമാകുന്നത്. കർത്താവേ, എല്ലാ പാപ അവസ്ഥകളോടും യാത്ര പറഞ്ഞ് പൂർണ്ണമായ സമർപ്പണത്തിൽ എത്തിച്ചേരുവാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ. കരുണയിൽ സാഗരമേ, കരങ്ങളിൽ കാത്ത്